ഹലോ ഓൾ, നമ്മളിന്ന് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. സോ അതിനകത്ത് നമ്മൾ ആദ്യം ഇത് യൂഷ്വലി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും 2-3 തവണയൊക്കെ നമ്മൾ കേരള PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്നാണ്. അതായത് ടൺ ഓഫ് റെഫ്രിജറേഷൻ. യൂഷ്വലി റെഫ്രിജറേഷൻ എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ആണ് ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് ടൺ ഓഫ് റെഫ്രിജറേഷൻ. നമുക്കറിയാം ടൺ ഓഫ് റെഫ്രിജറേഷൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. 1000 കിലോഗ്രാം ഓഫ് ഐസ് 24 hours 0°C ഫേസ് ചേഞ്ച് നടക്കുന്ന, അതായത് ഐസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നും വാട്ടർ എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് ഫേസ് ചേഞ്ച്, ലേറ്റന്റ് ഹീറ്റ് മാത്രം എടുക്കുന്ന ഒരു കണ്ടീഷൻ. സോ അവിടെ നമ്മൾ ആക്ച്വൽ വാല്യൂ നമുക്കറിയാം, അത് 232.6 ആണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ, എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്, അതായത് പ്രോബ്ലത്തിന് വേണ്ടിയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ആണ്. അതായത് ഒന്നെങ്കിൽ 210 kJ/min അല്ലെങ്കിൽ 3.5 kW. 210 kJ/min മിനിറ്റിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 3.5 kW. അതാണ് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ടൺ ഓഫ് റെഫ്രിജറേഷന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ ആൻസർ നമ്മൾ ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ്. ഓക്കെ, ഇത് ബേസിക്കലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കുറെ തവണ, ഒരു 3-4 തവണയെങ്കിലും നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, so next one is the COP of a heat pump and the COP of a refrigerator are related as. ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ COP ഓഫ് ഹീറ്റ് പമ്പും COP ഓഫ് റെഫ്രിജറേറ്റർ. നമ്മൾ യൂഷ്വലി ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി സിംഗിൾ ഒരു ഹീറ്റ് പമ്പോ അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്ററോ വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് റെഫ്രിജറേറ്റർ എന്നും ഹീറ്റ് പമ്പ് എന്നും ഹീറ്റ് എഞ്ചിൻ എന്നൊക്കെ നമുക്കറിയാം. സോ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നതിൽ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്ന ഒരു ഹീറ്റ് എഞ്ചിനാണ്. അത് സോഴ്സ് എന്ന് പറയുന്ന ഹയർ ടെമ്പറേച്ചർ ആണ്. സിങ്ക് എന്ന് പറയുന്ന ഒരു ലോവർ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് റിജക്ട് ചെയ്യുന്നു. എഞ്ചിൻ Q2 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് W എന്ന് പറയുന്ന വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. Q1 റിജക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ റെഫ്രിജറേറ്റർ. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞു. റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും രണ്ടുപേരും കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ബൈ കൺസ്യൂമിങ് വർക്ക്. ഒരാൾ WR കൺസ്യൂം ചെയ്യുന്നു, ഒരാൾ WP കൺസ്യൂം ചെയ്യുന്നു. രണ്ടിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഒന്ന് തന്നെയാണ്. ഒന്ന് Q1 രണ്ടാമത്തേത് Q2. സോ WR എന്ന് പറയുന്നത് Q2 - Q1 ആയിരിക്കും. WP എന്ന് പറയുന്നത് Q2 - Q1 ആയിരിക്കും. ഇതിന്റെ ബേസിക് വർക്കിംഗ് എല്ലാം സെയിം തന്നെയാണ്, യാതൊരു ചേഞ്ചസും ഇല്ല. പിന്നെ ഇവരുടെ COPയിലാണ് ഡിഫറൻസ് ഉള്ളത്. ഒരു ഹീറ്റ് പമ്പിന്റെയും റെഫ്രിജറേറ്ററിന്റെയും COPയിലാണ് ഡിഫറൻസ് ഉള്ളത്. സോ ഫസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. സോ Q2 - Q1/Q2 ആണ് അവിടെ വരുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത്. COPയുടെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിസൈർഡ് ഇഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. അതായത് ഈ ഒരു ആളെ കൊണ്ടിട്ട് നമ്മളുടെ ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ ഡിസൈർഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു റെഫ്രിജറേറ്ററെ കൊണ്ടുള്ള നമ്മളുടെ ഉദ്ദേശം ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബോഡിയിൽ നിന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്യലാണ്. സോ Q1 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ എന്താണ് ഡിസൈർഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഹീറ്റ് പമ്പ് ആകുമ്പോഴത്തേനും നമുക്ക് ഹീറ്റിനെ കൊണ്ട് തരുന്ന ജോലിയാണ് ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഡിസൈർഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് Q2 ആണ്. ഇതാണ് ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്ത് എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് COP. മറ്റേത് എത്രമാത്രം ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് COP വരുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ COPയുടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഒന്ന് റെഫ്രിജറേറ്ററിന്റെ Q1/Q2 - Q1, മറ്റേത് Q2/Q2 - Q1. ഇതിനകത്ത് നമ്മൾ COP ഓഫ് റെഫ്രിജറേറ്റർ വിച്ച് ഈസ് Q1/Q2 - Q1. ഇതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് Q1 പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Q2 - Q1 ഡിവൈഡഡ് ബൈ Q2 - Q1. ഇവിടെ നമുക്ക് -Q1 + Q1 കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് കിട്ടുന്നത് Q2 ഡിവൈഡ് ബൈ Q2 - Q1 വിച്ച് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ COP ഓഫ് ഹീറ്റ് പമ്പ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന റിലേഷൻ എന്ന് പറയുന്നത്
COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാം, COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി കമ്പയർഡ് ടു റെഫ്രിജറേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്. സോ ഇതാണ് നമ്മൾക്ക് ഇതിൽ നിന്നും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് അവൈലബിൾ ഓപ്ഷൻസും കൂടെ നോക്കാം. ഹീറ്റ് പമ്പിന്റെ റെഫ്രിജറേറ്ററിന്റെ COPയുടെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് റെഫ്രിജറേറ്ററിന്റെ COP + 1. ഇത് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ ഓഫ് എച്ച് പി എന്ന് പറയുന്നത് COP ഓഫ് ഹീറ്റ് പമ്പാണ്. അപ്പൊ നമ്മളുടെ ആൻസർ അതാണ്, COP ഓഫ് ഹീറ്റ് പമ്പ് മൈനസ് COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ. Next one, a refrigerator working on a reversed Carnot cycle has a COP of 4. If it works as a heat pump and consumes 1 kilowatt, the heating effect will be. Okay, വളരെ ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ. നമ്മളുടെ അടുത്തൊരു റെഫ്രിജറേറ്റർ ഉണ്ട്, അത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. COP = 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഗീവൺ ഡേറ്റ COP ഓഫ് 4 നമുക്കറിയാം. COP എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് ആണ് ഒരു റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം. ഇനി if it works as a heat pump and consumes 1 kilowatt, the heating effect will be. അതായത് ഇത് ഒരു റെഫ്രിജറേറ്ററിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാളെ നമ്മളൊരു ഹീറ്റ് പമ്പ് ആക്കിയാൽ, ആ ഹീറ്റ് പമ്പ് ആക്കുമ്പോൾ അയാൾ കൺസ്യൂം ചെയ്യുന്ന വർക്ക് 1 കിലോവാട്ട് ആണ് എങ്കിൽ അയാളുടെ ഹീറ്റിംഗ് എഫക്റ്റ് എന്തായിരിക്കും? ഓക്കെ, ഇത് COP ഓഫ് റെഫ്രിജറേറ്റർ. ഇതിപ്പോ നമ്മൾ ഇവിടെ തൊട്ട് മുന്നേ ഞാനിവിടെ പറഞ്ഞ അതേ റിലേഷൻ വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് നമ്മുടെ അടുത്ത് ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്, അയാളുടെ COP 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ റെഫ്രിജറേറ്ററിന് നമ്മളൊരു ഹീറ്റ് പമ്പ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. ആ ഹീറ്റ് പമ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം അയാളുടെ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 4 കിലോവാട്ട് ആണ് എങ്കിൽ അയാളുടെ ഹീറ്റിംഗ് ഇഫക്റ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് COP ഓഫ് ഹീറ്റ് പമ്പ് എന്താണെന്ന് അറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ + 1. അപ്പൊ ഇത് റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ COP എത്രയാണ്? 4. അപ്പോ ആ 4 + 1 ആയിരിക്കും ഈ കണ്ടീഷനിൽ ഇയാളുടെ COP എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു 5. ഇപ്പൊ നമുക്ക് COP ഓഫ് ഹീറ്റ് പമ്പ് അറിയാം. നമ്മളുടെ ഗീവൺ ഹീറ്റ് പമ്പിന്റെ COP എന്താണെന്ന് നമുക്കറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു 5. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് റിജക്റ്റഡ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. ഒരു ഹീറ്റ് പമ്പിന്റെ COP എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. ഇതൊന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇനി ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? ഇറ്റ് കൺസ്യൂംസ് 1 കിലോവാട്ട്. അതായത് ഇയാള് യൂസ് ചെയ്യുന്ന വർക്ക് തന്നിട്ടുണ്ട്. സോ QR ഡിവൈഡ് ബൈ 1. ഇവിടെ നിന്നും നമുക്ക് QR എന്ത് എഴുതാം? 5 × 1 which is equal to 5 കിലോവാട്ട്. സോ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 5 കിലോവാട്ട് ആയിരിക്കും. ഓക്കെ, സോ ഇത്തരം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. അതായത് സിംപ്ലി നമ്മൾ 2 ഇക്വേഷൻസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഈ ഹീറ്റ് പമ്പിന്റെ എന്താണ് ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്ററിന്റെ റിലേഷനും ദെൻ COPയുടെ ബേസിക് ഡെഫിനിഷൻ. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഒരു റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്കിത് കണ്ടുപിടിക്കാം. ബേസിക് COP ഓഫ് ഹീറ്റ് പമ്പ്, COP ഓഫ് റെഫ്രിജറേറ്റർ ഓരോന്നിന്റെയും ബ്ലോക്ക് ഡയഗ്രാം വരച്ച് കണ്ടുപിടിക്കാം. പക്ഷെ അത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ, അതായത് ഹീറ്റ് പമ്പിനെ റെഫ്രിജറേറ്റർ ആക്കുക, റെഫ്രിജറേറ്ററിനെ ഹീറ്റ് പമ്പ് ആക്കുക എന്ന് പറയുന്ന ഒരു ടേം വരുമ്പോൾ നമ്മൾ ഈ ഒരു റിലേഷനിലോട്ട് ഓടിയെത്തണം. അപ്പോൾ നമുക്ക് വളരെയധികം സമയം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർനോട്ട് ഹീറ്റ് പമ്പ് വർക്ക്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ലിമിറ്റ്സ് ഓഫ് 277 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 27 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് COPs. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞു, എന്താണ് റെഫ്രിജറേറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ COPയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹീറ്റ് അബ്സോർബ്ഡ് വർക്ക് ഡൺ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞില്ല.
ഇത് നമ്മൾ യൂഷ്വലി തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഹീറ്റ് പമ്പ് ആയിക്കോട്ടെ, ഒരു റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ, അത് ഒരു റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഇവിടുന്ന് Q1 എടുത്തു, ഇവിടെ Q2 കൊടുത്തു, T1 ഇവിടുത്തെ ടെമ്പറേച്ചർ T2, ഇവിടെ കൊടുക്കുന്ന വർക്ക് W ആണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സാധനം റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും Q1/Q2 ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു T1/T2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർനോട്ട് തിയറം, അവിടെ തെർമോഡൈനാമിക്സ് നമ്മളുള്ള ഒരു കാർനോട്ട് തിയറം പഠിച്ചിട്ടുണ്ട്. സോ ക്യൂവിന്റെ ടേമിനെല്ലാം നമുക്ക് ടെമ്പറേച്ചറിന്റെ ടേമിലോട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ. ഹീറ്റിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറിൽ എക്സ്പ്രസ് ചെയ്യാം. സോ അത്തരം കേസിൽ വരുമ്പോൾ COP ഓഫ് ഹീറ്റ് പമ്പ് നമ്മൾ എഴുതിയത് Q2 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 എന്നാണെങ്കിൽ അതിനെ നമുക്ക് T2 ഡിവൈഡ് ബൈ T2 മൈനസ് T1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ എന്ന് എഴുതാം. അപ്പോൾ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാൽ ഇവിടുത്തെ കേസിൽ TH ഹയർ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 277 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമ്മൾ കെൽവിനിലോട്ട് മാറ്റിയിരിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു 550 കെൽവിൻ. ആൻഡ് ലോവർ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ്, വിച്ച് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. സോ നമുക്ക് ഹയർ ടെമ്പറേച്ചർ 550യും ലോവർ ടെമ്പറേച്ചർ 300ഉം ആണെന്നറിയാം. അപ്പോൾ നമ്മളുടെ COP എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ വിച്ച് ഈസ് 550 ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ 550 മൈനസ് 300 വിച്ച് ഈസ് ഈക്വൽ ടു 550 ഡിവൈഡഡ് ബൈ 250. 500 250 2 times point again 500 2 times, so 2.2. സോ നമ്മളുടെ COP എന്ന് പറയുന്നത് 2.2 ആണ്. ഓക്കെ, സോ ഇത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർനോട്ട് ഹീറ്റ് പമ്പ്, ഒരു കാർനോട്ട് റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഹീറ്റിന് പകരം ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി something very similar, a refrigerator operates between the temperatures of, refrigerator ആണ് അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ടെമ്പറേച്ചർ ലിമിറ്റ് തന്നിട്ടുണ്ട്. ലോവർ ലിമിറ്റ് ടെമ്പറേച്ചർ -23 ഡിഗ്രി സെൽഷ്യസ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 250 കെൽവിൻ ആൻഡ് 27 ഡിഗ്രി സെൽഷ്യസ്. സോ ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 300 കെൽവിൻ. ഇനി if 1 TR equal to 1 TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ is equal to 3.5 kilowatt. ഓക്കെ, നമുക്കറിയാം the minimum power required per TR to operate the refrigerator. അതായത് ചോദിച്ചിരിക്കുന്നത് എത്ര പവർ ആവശ്യമുണ്ട് ഓരോ ടണ്ണിനും പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ. അതായത് നമ്മുടെ ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്, അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ടെമ്പറേച്ചർ ലിമിറ്റുകൾ, അതായത് ഒരു ലോവർ ടെമ്പറേച്ചർ ലിമിറ്റ് ആൻഡ് ഹയർ ടെമ്പറേച്ചർ ലിമിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു റെഫ്രിജറേറ്ററിന് എത്രമാത്രം പവർ ആവശ്യമാണ് എന്തിനു വേണ്ടി? ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ പെർ ടൺ ഓഫ് റെഫ്രിജറേഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. അതായത് ആ റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ആളുടെ COP ഹീറ്റ് അബ്സോർബ്ഡ് ബൈ വർക്ക് ഡൺ ആണ്. അതിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് എത്രയാണ്? ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ, ഒരു ടൺ ഓഫ് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ. സോ ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് എത്രമാത്രം പവർ ആവശ്യമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ COP is equal to QA/W. ഇതിനകത്ത് ഹീറ്റ് അബ്സോർബ്ഡ് 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ തന്നിട്ടുണ്ട്, W ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് COP അറിഞ്ഞാൽ ഈ പ്രോബ്ലം കഴിഞ്ഞു. COP കണ്ടുപിടിക്കാനാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ലോവർ ടെമ്പറേച്ചർ ആൻഡ് ഹയർ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു റെഫ്രിജറേറ്റർ ആണെന്നറിയാം. റെഫ്രിജറേറ്ററിന്റെ COP എന്ന് പറയുമ്പോൾ ലോവർ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഹയർ മൈനസ് ലോവർ ടെമ്പറേച്ചർ. ലോവർ ടെമ്പറേച്ചർ എത്രയായിരുന്നു? ലോവർ ടെമ്പറേച്ചർ 250 കെൽവിൻ. സോ 250 divided by higher temperature 300 minus 250 which is equal to 250 by 50 which is equal to 5. So COP 5 ആണെന്നറിയാം. is equal to QA/W എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇനി QA ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ്. ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എത്ര കിലോ വാട്ട് ആണ്? 3.5 കിലോ വാട്ട് ആണ്. സോ 3.5 ഡിവൈഡഡ് ബൈ W, ഓർ W നമുക്ക് എഴുതാം 3.5 ഡിവൈഡ് ബൈ 5. 3.5 ഡിവൈഡ് ബൈ 5 ചെയ്യുന്നത് 35 ഡിവൈഡ് ബൈ 5 7. സോ 0.7 കിലോ വാട്ട്. അതായത് ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾക്ക് ഒരു റെഫ്രിജറേറ്ററിൽ ആവശ്യമുള്ള പവർ എന്ന് പറയുന്നത് 0.7 കിലോ വാട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, the condenser of a refrigeration system rejects heat at the rate of 120 kilowatt while its compressor consumes a power of 30 kilowatt. The coefficient of the system would be. ഇപ്പോൾ കണ്ടൻസർ, കംപ്രസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ബേസിക്കലി അറിയാം ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടൻസർ, ദെൻ ആദ്യം നമ്മൾ ഒരു കംപ്രസർ പറയും, ദെൻ കണ്ടൻസർ, പിന്നെ നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസ്, അത് കാപ്പിലറി ട്യൂബോ പോറസ് പ്ലഗോ അങ്ങനെ എന്തെങ്കിലും, സോളിനോയിഡ് വാൽവോ, ആൻഡ് ഒരു ഇവാപ്പറേറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് VCR, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സ്ഥലമാണ് ഇവാപ്പറേറ്റർ, ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സ്ഥലമാണ് കണ്ടൻസർ, വർക്ക് കൺസ്യൂം ചെയ്യുന്ന സ്ഥലമാണ് കംപ്രസർ. എക്സ്പാൻഷൻ ഡിവൈസിൽ യാതൊരു തരത്തിലുള്ള എനർജി ട്രാൻസ്ഫറും ഇല്ല വിത്ത് ദി സറൗണ്ടിങ്സ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ W is equal to നമുക്ക് പറയാം QR മൈനസ് QA. പഴയതുപോലെ തന്നെ നമ്മൾ ആ സാധാരണ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ച് കാണിക്കുന്നത് പോലെ തന്നെയാണ് ഒരു റെഫ്രിജറേറ്റർ. അയാൾ ഹീറ്റ് കൊടുത്തു Q2, ഹീറ്റ് അബ്സോർബ് ചെയ്തു Q1, അത് വർക്ക് കൺസ്യൂം ചെയ്യുന്നു W. ഇവിടെ W ഈക്വൾ ടു എനർജി ബാലൻസ് വഴി Q2 മൈനസ് Q1 എഴുതുന്ന പോലെ തന്നെയാണ് ഇത്, യാതൊരു ചേഞ്ചസും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ഗീവൺ ഡേറ്റയിലിട്ട് നോക്കിയാൽ കണ്ടൻസർ ഓഫ് എ റെഫ്രിജറേഷൻ സിസ്റ്റം റിജക്ട്സ് ഹീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 120 കിലോവാട്ട്. അപ്പൊ കണ്ടൻസർ റിജക്ട് ചെയ്യുന്ന ഹീറ്റ് തന്നിട്ടുണ്ട് QR വിച്ച് ഇസ് ഈക്വൽ ടു 120 കിലോവാട്ട്. ദെൻ ഇറ്റ്സ് കംപ്രസർ കൺസ്യൂംസ് എ പവർ ഓഫ് 30 കിലോവാട്ട്. കംപ്രസർ കൺസ്യൂം ചെയ്യുന്ന പവർ തന്നിട്ടുണ്ട്, അത് 30 കിലോവാട്ട് ആണ്. സോ നമുക്ക് W ഈസ് ഈക്വൽ ടു 30 കിലോവാട്ട് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മേളത്തെ ഇക്വേഷൻ നോക്കി, അതിൽ നിന്ന് നമുക്ക് എഴുതാം QA ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു QR മൈനസ് W, അല്ലെങ്കിൽ 120 മൈനസ് 30 വിച്ച് ഇസ് ഈക്വൽ ടു 90 കിലോവാട്ട്. അപ്പൊ നമുക്ക് ഹീറ്റ് അബ്സോർബ്ഡ് കിട്ടി 90 കിലോവാട്ട്. ഇനി എന്താ വേണ്ടേ? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് നമുക്കറിയാം, COP ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ work done. Heat absorbed 90, work done 30. So 90 by 30 is equal to 3. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബേസിക് കോൺസെപ്റ്റ് മാത്രം നമ്മൾ ഇത് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 3.